ദുരന്തർ 2 ഫിലിം കണ്ടു കഴിഞ്ഞിട്ടും എന്താണെന്നറിയില്ല, അതിന്റെ ആ ഒരു ഹാങ് ഓവർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നത് അതൊരു പ്രൊപ്പഗണ്ട മൂവിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ബിജെപിനെ വെളുപ്പിക്കാനായിട്ട് സീനുകളാണെന്ന് തോന്നും, പ്രത്യേകിച്ച് ആ നോട്ട് നിരോധനമൊക്കെ. പക്ഷെ നമുക്ക് ആ മൊമെന്റില് ആ ഒരു സീൻ കാണുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് തന്നെയാണ് അങ്ങനെ ഒരു ഫീല് വരും. അഭിനയിച്ചിരിക്കുന്ന രൺവീർ സിംഗ്, അർജുൻ രാംപാൽ, മാധവൻ, അതുപോലുള്ള ആൾക്കാര് അവരുടെ പണ്ടത്തെ സിനിമകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രത്യേകിച്ച് രൺവീർ സിംഗ് വന്ന കാലം മുതലുള്ള ഒരു അഭിനയം, പിന്നെ ഈ സിനിമയിലെ അഭിനയം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. വന്ന സമയത്ത് നമ്മൾ എല്ലാവരും വിചാരിക്കും ഇതിലിപ്പോ 2-3 സിനിമയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയിരിക്കും എന്നുള്ളത്. പുള്ളിക്കാരൻ ദുരന്തർ 1-നും ദുരന്തർ 2-നും വേണ്ടി എടുത്ത ഒരു എഫേർട്ട്, ഫിസിക്കലാണെങ്കിലും അതെ, ആ ടൈപ്പ് ഓഫ് ആക്ടിങ്ങിലും ആണെങ്കിലും അതെ, ജസ്കീര സിംഗ് ആയിട്ട് അഭിനയിക്കുന്ന സമയത്തുള്ള ഫിസിക്കും ഹംസയായിട്ട് അഭിനയിക്കുന്ന സമയത്തുള്ള ഫിസിക്കും കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം എഫേർട്ട് നമുക്ക് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ദുരന്തർ 2-ലൊരു സീനുണ്ട്, അതില് എല്ലാവർക്കും മനസ്സിൽ തട്ടിയൊരു സീനായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് രൺവീർ സിംഗ് ആണോ അഭിനയിക്കുന്നതെന്ന് നമുക്ക് മറന്നുപോകും ശരിക്കും പറഞ്ഞു. അപ്പൊ ഞാൻ പറയാൻ വരുന്നത്, ഈ പ്രൊപ്പഗണ്ട മൂവി എന്ന് ഫുള്ളായിട്ട് വിളിക്കാൻ പറ്റത്തില്ല. അതിൽ ഒരുപാട് സീൻസ് ശരിക്കുമായിട്ട് നടന്ന കാര്യങ്ങളായിട്ടുള്ള സീനുകളുണ്ട്. സിനിമ കാണാത്തവർ എന്തായാലും പോയി കാണണം. കുറെ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ പോയി ഗൂഗിൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോഴാണ് നമുക്ക് അറിയുന്നത്, ശരി ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ എന്റെ കാര്യമാണ് പറയണത്. ചിലപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നേരത്തെ അറിയുണ്ടാവുമായിരിക്കും. അതായത് പാകിസ്ഥാനിൽ ഇങ്ങനെ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് അത് നടപ്പിലാക്കിയതൊക്കെയുള്ള ഇൻസിഡൻസ് ഒക്കെ നമ്മൾ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് എന്താ പറയാ, നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഈ പറഞ്ഞ പോലെ രൺവീർ സിംഗ് ഉണ്ടാവും. നമ്മളിങ്ങനെ ആലോചിക്കും, ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ ആളുടെ അവസ്ഥ എല്ലാവരുടെയും മനസ്സിൽ കൂടെ കടന്നു വരും. നിങ്ങൾക്കപ്പോൾ ദുരന്തർ കണ്ടിട്ട് എന്താണ് തോന്നിയത്?